ഞങ്ങള് കാലിഫോർണിയയിലെ സാക്രമെന്റോ എന്ന് പറയുന്ന സ്ഥലത്താണ് ന്യൂയോർക്കിൽ നിന്ന് ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങിയത്. അവിടെ നിന്ന് വണ്ടി വാടകയ്ക്ക് എടുത്തിട്ട് ഇതിനടുത്ത സ്റ്റേറ്റ് ആയ നെവാഡ എന്ന് പറയുന്ന സ്റ്റേറ്റിലെ റെനോ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. ഈ ഡ്രൈവിംഗ് ആണ് ഇവിടുത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇന്റർസ്റ്റേറ്റ് I-80 ഈസ്റ്റ് എന്ന് പറയുന്ന അമേരിക്കയിലെ പ്രശസ്തമായിട്ടുള്ള ഹൈവേ ആണ്. പ്രകൃതി ഭംഗി കൊണ്ടും ചരിത്ര പ്രാധാന്യം കൊണ്ടും അമേരിക്കയിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മലയോര പാതയാണിത്. I-80 ഈസ്റ്റ് ഹൈവേയിലൂടെ ഓടിച്ചു പോയപ്പോൾ ഇവിടുത്തെ ഭംഗി കണ്ടിട്ട് നിർത്താതിരിക്കാൻ കഴിഞ്ഞില്ല. ആ മലനിരകളിലോട്ട് നോക്കി, ആ പാറകളും പൈൻ മരങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഇതാണ് ഞങ്ങൾ വന്ന ഹൈവേ. ഈ ഹൈവേ കൂടാണ് ഇത്. I-80 ഈസ്റ്റ് ആണ്. ആ ഹൈവേ വഴിയാണ് ഓടിച്ചു വന്നിട്ട് ഞങ്ങൾ ഇടയ്ക്കൊന്ന് വണ്ടി നിർത്തിയിട്ട് ഇതൊന്ന് കാണാൻ വേണ്ടി ഇങ്ങോട്ട് കയറിയാണ്. ആ മലയുടെ താഴെ കൂടെ പോകുന്നതാണ് I-80 വെസ്റ്റ്. അത് തിരിച്ചു പോകുന്ന വഴികളാണ്. പറ്റുമെന്നുണ്ടെങ്കിൽ ഇവിടെ വരണം, ഒരു വണ്ടി റെന്റിന് എടുത്തുകൊണ്ട് ഈ ഹൈവേയിലൂടെ ഒന്ന് യാത്ര ചെയ്യണം. പറ്റുമെങ്കിൽ ഇടയ്ക്കൊന്ന് നിർത്തണം, എന്നിട്ട് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ഒന്ന് ആസ്വദിക്കുകയും വേണം. സിയറ നെവാദ പർവ്വത നിരകളാണിത്. സമുദ്രനിരപ്പിൽ നിന്ന് 7000 അടി ഉയരത്തിലോട്ടാണ് നമ്മളിതാ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. സിയറ നെവാദ മലനിരകൾക്കിടയിലൂടെയുള്ള യാത്രകൾക്കിടയിൽ വണ്ടി ഒന്ന് നിർത്തിയിട്ട് ഞങ്ങൾ ഈ കാഴ്ചകളൊന്ന് കാണുകയാണ്. അപ്പുറത്തൂടെ നമുക്ക് കാണാൻ പറ്റും ആ മലനിരകളും പിന്നെ ഈ ഹൈവേകളിലൂടെ വണ്ടി പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണെങ്കിലും ഡോണർ പാർട്ടി എന്ന് പറയുന്ന 1846 നടന്ന ഒരു ചരിത്രപ്രസിദ്ധമായ സംഭവത്തിന് പേര് കേട്ട മലനിരകളാണ്. അപ്പോഴാണ് ഇതിന്റെ അപകടം എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. 1846 ജോർജ് ഡോണർ എന്ന ആളുടെ നേതൃത്വത്തിൽ 84 പേരോളം അടങ്ങുന്ന കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന ഒരു സംഘം കാലിഫോർണിയയിലേക്ക് കുടിയേറി പാർത്ത് ഇവിടെ സെറ്റിൽ ആകുന്നതിന് വേണ്ടി ഈ മലനിരകളിലൂടെ യാത്ര ചെയ്തു. പക്ഷേ അതിശൈത്യവും മഞ്ഞുവീഴ്ചയും ഒക്കെ കാരണം അവർ ഈ സ്ഥലങ്ങളിലൊക്കെ ഒറ്റപ്പെട്ടു പോവുകയും അവര് ജീവിതത്തിന് വേണ്ടി ഇവിടെ പോരാടേണ്ടി വരികയും ചെയ്തു. അവസാനം 5 മാസങ്ങൾക്ക് ശേഷം അവരെ കണ്ടെത്തുമ്പോൾ അതിൽ പകുതിയോളം ആളുകൾ മാത്രമേ ജീവനോടെ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം കുതിരപ്പുറത്ത് യാത്ര ചെയ്തിരുന്ന അവർ തങ്ങളുടെ കുതിരകളെ ഭക്ഷണമാക്കി. പിന്നെ ആളുകൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ആളുകളെ വരെ അവർക്ക് ഭക്ഷണമാക്കി പിടിച്ചു നിൽക്കേണ്ടതായിട്ട് വന്നു. അവസാനം അവരെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. പക്ഷെ അത് അമേരിക്കൻ ചരിത്രത്തിലെ വളരെ കറുത്ത ഒരു അധ്യായമായി കരുതപ്പെടുന്ന ഡോണർ പാർട്ടി നടന്ന സ്ഥലവും ആ മലനിരകളും കൂടിയാണ് ഈ സ്ഥലം. ആ മലയടിവാരത്തിലൂടെയുള്ള ഹൈവേയിലൂടെയുള്ള മനോഹരമായ ഒരു യാത്രക്കിടയിൽ ഒരു സീൻ ഞങ്ങൾ കണ്ടു. അവിടെ നിർത്താതിരിക്കാൻ ഞങ്ങൾക്ക് നിർവാഹമില്ലാതെ സമയമില്ലാഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിർത്തി. ആ നിർത്തിയത് എന്തായാലും വേസ്റ്റായില്ല. ഡോണർ ലേക്ക് എന്ന് പറയുന്ന പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. എത്ര മനോഹരമായിട്ടാണ് അവർ ആ തടാകം സൂക്ഷിച്ചിരിക്കുന്നതും അവരത് എൻജോയ് ചെയ്യുന്നതും എന്ന് നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കും. കുട്ടികളും പ്രായമുള്ളവരും എല്ലാം ഒരു ഡേ ഫുള്ള് ആ തടാകത്തിന് ചുറ്റും അവർ ചെലവഴിക്കുകയാണ്. ആ തടാകത്തിന് അപ്പുറത്ത് കാണുന്ന ആ മലകളിൽ ഇപ്പോഴും മഞ്ഞ് വീണ് കിടപ്പുണ്ട്. ഞാനിവിടെ ഷോർട്സും ടീഷർട്ടും ഇട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. ഇവിടെ ചൂടാണ്, പക്ഷെ ആ മലയുടെ മുകളിൽ മഞ്ഞ് വീണ് കിടക്കുന്നതിൻ്റെ പാടുകൾ, വെള്ളപ്പാടുകൾ നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കും. അത്രയ്ക്ക് മാറ്റങ്ങൾ വരുന്ന ഒരു കാലാവസ്ഥയാണ് ഇവിടെയുള്ളത്. ഡോണർ പാർട്ടിയിലെ ഞാൻ മുമ്പ് പറഞ്ഞ ആളുകൾ 84 ആളുകൾ വന്ന് താമസിച്ചിരുന്നതും അവർ ജീവന് വേണ്ടി പോരാടിയിരുന്നതുമൊക്കെ ഈ ഡോണർ ലേക്കിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിലാണ്. അങ്ങനെയുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് അത് ആളുകൾക്ക് കാണുന്നതിനും ആസ്വദിക്കുന്നതിനും ബോട്ടിങ് നടത്തുന്നതിനുമൊക്കെയുള്ള മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാക്കി അവർ മാറ്റിയെടുത്തു. അങ്ങനെ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് പല മലകളും മലഞ്ചരിവുകളും കുന്നുകളും ഒക്കെ കടന്ന് കാലിഫോർണിയ സംസ്ഥാനം കടന്ന് നെവാഡ എന്ന് പറയുന്ന അടുത്ത സ്റ്റേറ്റിലോട്ട് കയറിയിരിക്കുകയാണ്. ഈ നെവാഡ എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ പേര് നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. വളരെ കുപ്രസിദ്ധി ആർജിച്ച അമേരിക്കയിലെ ഒരു സംസ്ഥാനമാണ്. ഒന്നാമത്തെ കാര്യം, ദ സിൻ സിറ്റി, പാപം ചെയ്യാനുള്ള സ്ഥലമായ ലാസ് വേഗസ് സ്ഥിതി ചെയ്യുന്നത് നെവാഡയിലാണ്. ലാസ് വേഗസിനെ പറ്റിയുള്ള സിനിമകളും അവിടെ ഷൂട്ട് ചെയ്ത പല കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. രണ്ടാമത്തെ ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഏവർക്കും കൗതുകം ഉണർത്തുന്ന ഏരിയ 51, ഏലിയൻസിനെ പറ്റിയും UFOയെ പറ്റിയും ഒക്കെയുള്ള വലിയ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിക്കുന്ന ഏരിയ 51 സ്ഥിതി ചെയ്യുന്നത് നെവാഡയിലാണ്. നെവാഡയ്ക്ക് മറ്റു പല പ്രത്യേകതകളുമുണ്ട്. സ്റ്റേറ്റ് ഇൻകം ടാക്സ് ഇല്ലാത്ത അമേരിക്കയിലെ സംസ്ഥാനമാണ് നെവാഡ. അതുപോലെ തന്നെ വിവാഹമോചനം ഏറ്റവും എളുപ്പമായ അമേരിക്കയിലെ സംസ്ഥാനം കൂടിയാണ് നെവാഡ. മാത്രമല്ല ചൂതാട്ട കേന്ദ്രങ്ങൾ നിയമവിധേയമാക്കിയ അമേരിക്കയിലെ ആദ്യത്തെ സംസ്ഥാനം കൂടിയാണ് നെവാഡ. ഇവിടെ ധാരാളം കാസിനോസ് ഉണ്ട്. കാസിനോയിൽ വരാം, നിങ്ങൾക്ക്
പൈസ വെച്ച് ചൂതാട്ടം ചെയ്യാം, വേണമെങ്കിൽ പൈസ കിട്ടും, അല്ലെങ്കിൽ പൈസ പോകും. അങ്ങനെ എന്തായാലും എന്റർടൈൻമെന്റിന് വളരെ പേര് കേട്ട, അതേസമയം തന്നെ ജോഗ്രഫിയിൽ ഭൂരിഭാഗവും വരണ്ട പ്രദേശങ്ങളുള്ള, മരുഭൂമിക്ക് സമാനമായ സ്ഥലങ്ങളുള്ള നെവാഡയിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ പർവ്വതനിരകൾക്കിടയിലൂടെ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് മനോഹരമായിട്ടുള്ള 2 സ്റ്റേറ്റുകൾക്ക് നടുവിൽ കിടക്കുന്ന, കാലിഫോർണിയയ്ക്കും നെവാഡയ്ക്കും നടുവിൽ കിടക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ശുദ്ധജല തടാകം കണ്ടത്. കൊബാൾട്ട് ബ്ലൂ കളറിൽ കിടക്കുന്ന ഈ തടാകം ഇവിടെ വളരെ ഫേമസ് ആണ്. അതിൻ്റെ ശുദ്ധമായിട്ടുള്ള വെള്ളം തന്നെയാണ് അതിൻ്റെ കാരണം. ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനടിയിൽ കിടക്കുന്ന കല്ലുകൾ വരെ നമുക്ക് കാണാൻ സാധിക്കും. ഈ വെള്ളം കുടിക്കുന്നതിന് നല്ലതാണ് എന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇറങ്ങി കുളിക്കാം, പക്ഷേ ഇവിടെ അങ്ങനെ കുളിക്കുന്ന ഒരു പതിവില്ല. ആളുകൾ ബോട്ടിങ്ങും ഒക്കെ നടത്തുന്നുണ്ട്. ഇത്രയും വെള്ളം ഇവിടെ ഉള്ളത് കാരണം ഇതിനകത്തെ വെള്ളം എടുത്തു കഴിഞ്ഞാൽ അമേരിക്കക്കാർക്ക് മുഴുവൻ 3 ലിറ്റർ വെച്ച് 5 വർഷം കുടിക്കുന്നതിനുള്ള വെള്ളം ഇതിനകത്തുണ്ട് എന്നാണ് പറയുന്നത്. ഇത് അമേരിക്കയിലെ 2ാമത്തെ ഏറ്റവും ആഴമേറിയ ശുദ്ധജല തടാകമാണ്. അതുപോലെ അമേരിക്കയിലെ ഏറ്റവും വലിയ പർവ്വതങ്ങൾക്കിടയിലെ തടാകം കൂടിയാണ്. ശുദ്ധമായ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടറും ഈ ബ്ലൂ കളറും കൊണ്ട് അതോടൊപ്പം തന്നെ അതിൻ്റെ സൈഡിലൊക്കെ നിൽക്കുന്ന പൈൻ മരങ്ങളുടെ ഈ താഴ്വരകളും മലകളും ഒക്കെ കൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ്. ഞങ്ങളിത് കാണാൻ വന്നിട്ടുണ്ട്. ഈ ആംബിയൻസ് നിന്നുകൊണ്ട് ഇവിടെ ഒരു വിവാഹം നടക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു സിസ്റ്റമാണ് അങ്ങനെ. പല കല്യാണങ്ങളും നടക്കുന്നത് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ട് ഉണ്ടെങ്കിൽ, അത് ബീച്ചാണെങ്കിലും ശരി, പാർക്കാണെങ്കിലും ശരി, പൂന്തോട്ടങ്ങളാണെങ്കിലും ശരി, അവിടെയൊക്കെ ചെന്ന് നിന്ന് വിവാഹങ്ങൾ അങ്ങ് നടത്തും. കർമ്മം നടത്തുന്ന ആൾക്കാരും എല്ലാം അവിടെ വന്ന് നിന്നുകൊണ്ട് അവിടെ വെച്ച് വിവാഹ കർമ്മങ്ങൾ നടത്തി ഫോട്ടോയും എടുത്തിട്ട് അവർ പോകുന്നത് കാണാം. ഇവിടെ എല്ലാം ഇതുപോലത്തെ പൈൻ മരങ്ങളാണ് കേട്ടോ, വലിയ പൈൻ മരങ്ങൾ. ഇതിൻ്റെ ഹൈറ്റ് കണ്ടോ എത്രയുണ്ടെന്നുള്ളത്. ഈ മല അടിവാരങ്ങളിൽ മൊത്തം നമ്മൾ ഈ യാത്ര ചെയ്യുന്ന സമയത്തെല്ലാം ഇത്തരത്തിലുള്ള പൈൻ മരങ്ങളാണ് ഇവിടെ മൊത്തം നിൽക്കുന്നത്. ഞങ്ങൾ യാത്രക്കിടയിൽ ഒരു വില്ലേജിലെത്തി. ഹെവൻലി വില്ലേജ് എന്നാണ് ഇതിൻ്റെ പേര് പോലെ തന്നെ ഹെവൻ പോലൊരു വില്ലേജ്. എത്ര മനോഹരമായിട്ടാണ് ഇവിടെ കടകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആളുകൾക്ക് നൈറ്റ് ലൈഫിനും റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് വന്ന് താമസിക്കുന്നതിനും മ്യൂസിക്കിനും പിന്നെ കോഫി ഷോപ്പിനും ഒക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു വില്ലേജാണ് കേട്ടോ. ഞങ്ങളിതാ ഇവിടെ ഒരു കടയിൽ കയറി കോഫിയൊക്കെ കുടിച്ചു ഇങ്ങനെ ഇരിക്കുകയാണ്, വൈബ് എൻജോയ് ചെയ്തിരിക്കുകയാണ്. എത്ര മനോഹരമായ രീതിയിലാണ് ഒരു വില്ലേജിനെ ഹെവനാക്കി മാറ്റുന്നതും ടൂറിസ്റ്റുകൾക്കും ഒക്കെ വന്ന് താമസിക്കുന്നതിനുമൊക്കെ അട്രാക്റ്റീവാക്കി നിലനിർത്തുന്നതെന്നും എത്ര ക്ലീനായിട്ടാണ് ഇവിടുത്തെ റോഡുകളും സ്ഥാപനങ്ങളും കടകളും ഒക്കെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതെന്നും ഒക്കെ ഇവിടെ ഒന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാകും. ഈ മലകളുടെ ഏറ്റവും അടിയിലായിട്ടാണ് ഈ വില്ലേജ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മലകൾ എൻജോയ് ചെയ്യുന്നതിനും കാഴ്ച കാണുന്നതിനും ആ ലേക്കിലേക്ക് പോകുന്നതിനും പിന്നെ അതുപോലെ തന്നെ അഡ്വഞ്ചറസ് ഹൈക്കിങ്ങും ഒക്കെ നടത്തുന്നതിനും ഒക്കെയുള്ള ആളുകൾ ഈ വില്ലേജിൽ വന്ന് താമസിച്ചിട്ട് ഇവിടെ നിന്നാണ് പോകുന്നത്. അങ്ങനെ നമ്മുടെ കാലിഫോർണിയ ട്രിപ്പിൻ്റെ അവസാനം കാലിഫോർണിയ ബേ ഏരിയ എന്ന സ്ഥലത്തെ നാപ്പ വാലി എന്ന പ്രകൃതി സുന്ദരമായ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. എൻ്റെ പുറകിൽ കാണുന്നതൊക്കെ മുന്തിരിത്തോട്ടങ്ങളാണ്. ലോകപ്രശസ്തമായ പല വൈനുകളും ഉണ്ടാക്കിയെടുക്കുന്നത് ഇവിടെയാണ്. വൈൻ ടൂറിസമാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ഇവിടെ ട്രെയിനിൽ കയറി നമുക്ക് ഈ സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിച്ച് കാണാം. വൈൻ ടേസ്റ്റിംഗ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ്. പല ബ്രാൻഡുകളും ലോകോത്തരമായിട്ടുള്ള ബ്രാൻഡുകളും ഈ നാപ്പ വാലിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. അതിലൊക്കെ ഉപരിയായി നല്ല ഭംഗിയുള്ള കാലാവസ്ഥയും അതേപോലെ തന്നെ ഭംഗിയുള്ള ലാൻഡ്സ്കേപ്പുമാണ് ഇവിടെ. നിങ്ങൾ നാപ്പ വാലിയിൽ എത്തുവാണെങ്കിൽ സന്ദർശിക്കേണ്ട മറ്റൊരു സ്ഥലമുണ്ട്. ഈ റെസ്റ്റോറൻ്റാണ്. ഈ റെസ്റ്റോറൻറ്റിൽ കയറുന്നതിനുള്ള ക്യൂ കാണുമ്പോഴേ അറിയാം എത്രത്തോളം ഫേമസ് ആണ് ഈ റെസ്റ്റോറൻ്റ് എന്ന്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള മെക്സിക്കൻ റെസ്റ്റോറൻ്റ് ആയിട്ടുള്ള ലാ ഷെവി ബേക്കറി ആൻഡ് ബ്രൂസ് എന്നുള്ള റെസ്റ്റോറൻ്റാണ്. 1845 നിർമ്മിച്ച ഒരു ചരിത്രപ്രധാനമായ കെട്ടിടത്തിലാണ് ഈ റെസ്റ്റോറൻറ്റ് ഇന്നും പ്രവർത്തിക്കുന്നത്. മണ്ണും മരത്തടികളും കൊണ്ടുള്ള തനത് ശൈലിയിലാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. ഓതൻറ്റിക് ആയിട്ടുള്ള പരമ്പരാഗത മെക്സിക്കൻ വിഭവങ്ങളും പിന്നെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ബിയറും ആണ് ഇവിടുത്തെ പ്രത്യേകത. ഷെവി എന്ന് പറഞ്ഞാൽ ഇവരുടെ ബിയറാണ്. ഈ പെങ്കൊച്ചു പറഞ്ഞത് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ലെങ്കിലും ഇവിടുത്തെ അന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് ചോദിച്ച് അത് 2-3 ഐറ്റം ഞങ്ങൾ ഓർഡർ ചെയ്തു. വളരെ ഗ്രഹാതുരത്വം ഉണർത്തുന്ന സ്ഥലമായതുകൊണ്ട് നിങ്ങളുടെ അമ്മൂമ്മയെ കൂട്ടി വന്ന് ഒരു ബിയർ കുടിക്കാവുന്ന സ്ഥലം എന്ന ടാഗ്ലൈനാണ് അവർ ഈ റെസ്റ്റോറൻറ്റിന് കൊടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ കൂടെ അമ്മൂമ്മയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ബിയർ കുടിച്ചില്ല. അതിന് പകരം ഇവരുടെ സവിശേഷമായ ഒരു കോഫിയുണ്ട്, അത് കുടിച്ചു. കഫേ ഡേ ഒയ എന്നുള്ള പേരിൽ
സിനമനും പിന്നെ മെക്സിക്കൻ ശർക്കരയും ഒക്കെ ഇട്ട് തിളപ്പിച്ചെടുക്കുന്ന ഒരു പ്രത്യേകതരം കോഫിയാണ്. അത് മൺപാത്രത്തിലാണ് നമുക്ക് തരുന്നത്. ഈ സ്ഥലമൊക്കെ പണ്ട് മെക്സിക്കോയുടെ ഭാഗമായിരുന്നു. പിന്നീട് US മെക്സിക്കൻ വാറിന് ശേഷമാണ് അമേരിക്കയോട് കൂട്ടിച്ചേർത്തത്. അതുകൊണ്ട് തന്നെ ഒരു മെക്സിക്കൻ കൾച്ചറാണ്. അവരുടെ പരമ്പരാഗത ഫുഡ് ആസ്വദിക്കണം എന്നുള്ളവർ തീർച്ചയായിട്ടും ഈ സ്ഥലം സന്ദർശിക്കുക. കുടുംബമായും സുഹൃത്തുക്കളുമായിട്ടുമൊക്കെ വന്നിരുന്ന് വ്യത്യസ്തമായ ഒരു ഫുഡ് ആസ്വദിക്കുന്നതിനുള്ള നല്ലൊരു സ്ഥലമാണ്. ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ കാലിഫോർണിയ ട്രിപ്പിൻ്റെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് തിരിച്ച് ന്യൂയോർക്കിലേക്ക് ഫ്ലൈറ്റ് കയറുന്നതിന് വേണ്ടി സാൻ ഫ്രാൻസിസ്കോ എയർപോർട്ടിലേക്ക് യാത്ര തിരിച്ചു. ഇനിയും കാണാൻ സ്ഥലങ്ങളേറെയുണ്ട്, നേടാൻ അറിവുകളും. നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളെ അവിടെയൊക്കെ കൂട്ടിക്കൊണ്ടു പോകാൻ ഞാനും തയ്യാറാണ്. ഓരോ സ്ഥലത്തെയും മഹത്തരമാക്കുന്നത് അവിടുത്തെ കാഴ്ചകളോ അതെത്ര സുന്ദരമാണെന്നോ എന്നുള്ളത് മാത്രമല്ല, ആരോടൊപ്പം ആ കാഴ്ചകൾ ആസ്വദിക്കുന്നു എന്നുള്ളതും കൂടിയാണ്. അത് ആസ്വദിക്കുന്നത് പ്രേക്ഷകരായ നിങ്ങളോട് ഓരോരുത്തരോടും കൂടിയാവുന്നുണ്ടെ ആ സ്ഥലങ്ങളുടെ മനോഹാരിതയും കൂടുകയാണ്. അത്തരത്തിൽ ഒരു സ്ഥലവുമായി ഒരു കാഴ്ചയുമായി വീണ്ടും കാണുന്നവരെ ബൈ.